തിരുവോണത്തെ വരവേറ്റ് കേരളം. ഇന്ന് തിരുവോണം. പൂക്കളങ്ങളുടെയും പൂവിളികളുടെയും പശ്ചാത്തലത്തിൽ ലോകമെങ്ങുമുള്ള മലയാളികൾ ഇന്ന് ഓണമുണ്ണും. മഹാമാരിക്കാലത്ത് കരുതലോടെ പരിമിതമായാണ് ആഘോഷം. സന്തോഷത്തിന്റെയും സമൃദ്ധിയുടെയും ഉത്സവത്തിലാണ് മലയാളികൾ. ഉത്രാടനാളിൽ അവസാനപ്പെട്ട ഒരുക്കങ്ങൾ പൂർത്തിയാക്കി കുടുംബങ്ങൾ തിരുവോണത്തിനൊരുങ്ങി. ഓണപ്പൂക്കളത്തിനും ഓണക്കോടിക്കും ഓണസദ്യക്കുമുള്ളതെല്ലാം ഇന്നലെ തന്നെ ഒരുക്കി മാവേലിയെ വരവേൽക്കാൻ കേരളം തയ്യാറായിരുന്നു. ആഘോഷങ്ങൾ ഇക്കുറിയുമില്ല. തൃക്കാക്കര അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾ ചടങ്ങുകൾ മാത്രമാകും. മഹാമാരിക്കാലത്തെ ഉത്സവം ഇക്കുറിയും മനസ്സിലും വീട്ടകങ്ങളിലുമായി ഒതുങ്ങും. അരിപ്പൊടിക്കോലങ്ങൾ എഴുതിയും പൂക്കളമിട്ടും തൃക്കാക്കരയപ്പനെ പൂജിച്ചും മാവേലിയെ മലയാളി വരവേൽക്കും. അകലങ്ങളിൽ ഇരുന്നാണെങ്കിലും മനസ്സുകൊണ്ടൊന്നായി മലയാളികൾ ഓണം ആഘോഷിക്കും. ലോകമെങ്ങുമുള്ള എല്ലാ മലയാളികൾക്കും ന്യൂസ് 18 ഓണാശംസകൾ. ബിജെപിക്കെതിരെ സഖ്യം ശക്തമാക്കാൻ ഒരുങ്ങി പ്രതിപക്ഷ പാർട്ടികൾ. പെഗസസ് അടക്കമുള്ള വിഷയങ്ങളിൽ പ്രതിഷേധങ്ങൾ പാർലമെന്റിന് പുറത്തേക്ക് കൂടി വ്യാപിക്കാൻ സോണിയാഗാന്ധി വിളിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ യോഗത്തിൽ ധാരണയായി. 2024 പൊതുതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനും ചിട്ടയോടെ പദ്ധതികൾ ആസൂത്രണം ചെയ്യണമെന്നും കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി ആഹ്വാനം ചെയ്തു. പാർലമെന്റിൽ പെഗസസ് ഫോൺ ചോർത്തൽ, കർഷക പ്രക്ഷോഭം എന്നിവയിൽ ചർച്ചയ്ക്ക് തയ്യാറാവാത്ത കേന്ദ്ര നടപടി അപലപനീയമെന്ന് സോണിയാഗാന്ധി വിളിച്ച പ്രതിപക്ഷ പാർട്ടികളുടെ യോഗം വിലയിരുത്തി. സ്വാതന്ത്ര്യദിനത്തിൽ രാജ്യത്തെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി ജനങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയവും പറയാൻ തയ്യാറായില്ലെന്ന് നേതാക്കൾ സംയുക്ത പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. 2024 പൊതുതെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ചിട്ടയോടെ ആസൂത്രണം ചെയ്യാനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനും പ്രതിപക്ഷ പാർട്ടികളോട് സോണിയാഗാന്ധി അഭ്യർത്ഥിച്ചു. സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങളുടെ മൂല്യങ്ങളിലും ഭരണഘടനയുടെ തത്വങ്ങളിലും വിശ്വസിക്കുന്ന സർക്കാരിന് രൂപം കൊടുക്കുകയാണ് വലിയ ദൗത്യമെന്നും സോണിയ യോഗത്തിൽ പറഞ്ഞു. പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറെ, NCP അധ്യക്ഷൻ ശരത് പവാർ, RJD നേതാവ് തേജസ്വി യാദവ്, CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി തുടങ്ങിയ നേതാക്കൾ വീഡിയോ കോൺഫറൻസ് വഴി നടന്ന യോഗത്തിൽ ഭാഗമായി. എന്നാൽ പ്രതിപക്ഷ ഐക്യം ഉദ്ദേശിച്ച് 19 പാർട്ടികൾ പങ്കെടുത്ത യോഗത്തിൽ നിന്ന് BSP, SP, ആം ആദ്മി പാർട്ടികൾ വിട്ടുനിന്നു. ന്യൂസ് 18 ഡൽഹി. സൈഡസ് കാഡിലയുടെ 3 ഡോസ് വാക്സിന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ അനുമതി നൽകിയതോടെ കോവിഡ് വാക്സിൻ ഗവേഷക രംഗത്ത് പുതിയ വഴിത്തിരിവ്. മനുഷ്യരിൽ ഉപയോഗിക്കുന്ന ആദ്യത്തെ DNA വാക്സിനാകും സൈക്കോഡി. സൂചിയില്ലാതെയാണ് വാക്സിൻ കുത്തിവയ്പ് എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. ഭാരത് ബയോടെക്കിന്റെ കോവാക്സിന് ശേഷം രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിക്കുന്ന രണ്ടാമത്തെ വാക്സിനാണ് സൈക്കോഡി. അഹമ്മദാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈഡസ് കാഡിലയാണ് വാക്സിൻ വികസിപ്പിച്ചത്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ ലോകത്ത് ഒരിടത്തും ഇന്നുവരെ മനുഷ്യരിൽ DNA വാക്സിൻ പ്രയോഗിച്ചിട്ടില്ല. കോശങ്ങളിൽ രോഗപ്രതിരോധ പ്രതികരണങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന ആന്റിജനുകൾ ഉൾപ്പെട്ട DNA അടങ്ങിയ പ്ലാസ്മിഡുകളെ ശരീരത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് DNA വാക്സിൻ. സൂചി ഉപയോഗിക്കാതെ വാക്സിൻ ത്വക്കിലേക്ക് നൽകുന്നുവെന്ന പ്രത്യേകതയുമുണ്ട്. ഫാർമാജെറ്റ് സൂചിരഹിത ഇഞ്ചക്ഷൻ സംവിധാനമാണ് സൈക്കോഡി കുത്തിവെക്കാനായി പ്രയോജനപ്പെടുത്തുന്നത്. പാർശ്വഫലങ്ങൾ കുറയ്ക്കാൻ ഈ ഇഞ്ചക്ഷൻ രീതി ഗുണകരമാണെന്നാണ് നിർമ്മാതാക്കൾ അവകാശപ്പെടുന്നത്. ഇന്ത്യയിൽ 12 മുതൽ 18 വയസ്സുവരെ പ്രായപരിധിയിലുള്ളവരിൽ ആദ്യമായി പരീക്ഷണം നടത്തിയ വാക്സിൻ കൂടിയാണ് സൈക്കോഡി. വാക്സിൻ സൂക്ഷിക്കാൻ ശക്തമായ ശീതീകൃത സംഭരണികളുടെ ശൃംഖല ആവശ്യമില്ല എന്നതാണ് മറ്റൊരു പ്രത്യേകത. സാധാരണ 2 മുതൽ 8 ഡിഗ്രി വരെ സെൽഷ്യസിലാണ് വാക്സിൻ സൂക്ഷിക്കേണ്ടത്. എന്നാൽ 25 ഡിഗ്രി സെൽഷ്യസിലും 3 മാസം വരെ സൈക്കോഡി കേടുകൂടാതെ ഇരിക്കും. വാക്സിൻ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അനായാസം എത്തിക്കാൻ ഇത് സഹായകമാകും. 3 ഡോസ് വാക്സിൻ എടുക്കുന്നതിന്റെ അതേ ഫലപ്രാപ്തി 3 മില്ലിഗ്രാം ഉപയോഗിച്ചുള്ള 2 ഡോസ് വാക്സിനേഷനും ലഭിക്കുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. 2 ഡോസ് വാക്സിനേഷന്റെ ഫലം സംബന്ധിച്ച കൂടുതൽ രേഖകൾ കമ്പനിയോട് സമിതി തേടിയിട്ടുണ്ട്. KP അഭിലാഷ്, ന്യൂസ് 18 ഡൽഹി. ആശങ്ക കൂട്ടി സംസ്ഥാനത്തെ TPR നിരക്ക്. ഇന്നലെ 20,224 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചതോടെ TPR വീണ്ടും ഉയർന്ന് 16.94 തൃശൂർ, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ 2000-ലേറെ പേർക്കാണ് ഇന്നലെ രോഗബാധ. 99 മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഇതോടെ ആകെ മരണം 19,345. ചികിത്സയിലായിരുന്ന 17,142 പേരുടെ രോഗം ഭേദമായി. രാത്രിയിലും കർമ്മനിരതരായി ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്ററിലെ ജീവനക്കാർ.
കഴിഞ്ഞ ദിവസം രാത്രി വാക്സിൻ എടുക്കാൻ ആരും എത്തിയില്ല. വരും ദിവസങ്ങളിൽ രാത്രിയിലും വാക്സിൻ എടുക്കാൻ ആളെത്തുമെന്നാണ് പ്രതീക്ഷ. ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ സെന്ററായ തിരുവനന്തപുരം വിമൻസ് കോളേജിലെ രാത്രി കാഴ്ചയാണിത്. രാത്രിയിലും വോളണ്ടിയർമാരും ആരോഗ്യപ്രവർത്തകരുമെല്ലാം തയ്യാറാണ്. പക്ഷേ വാക്സിൻ എടുക്കാൻ ആരും എത്തിയില്ലെന്ന് മാത്രം. വരും ദിവസങ്ങളിൽ സാഹചര്യം മാറുമെന്നാണ് പ്രതീക്ഷ. രാവിലെ മുതൽ നല്ല തിരക്കുണ്ടായിരുന്നു. 6 മണിക്ക് ശേഷം തിരക്കിപ്പോൾ കുറഞ്ഞിട്ടുണ്ട്. മാക്സിമം ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തുന്നതിന് ശേഷം ആൾക്കാർ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞങ്ങൾ ആക്ച്വലി എല്ലാത്തിനും സജ്ജമാണ്. ഞങ്ങൾക്കിവിടെ സ്റ്റാഫിന് കുറവൊന്നുമില്ല. ഏകദേശം 5 നഴ്സിംഗ് സ്റ്റാഫ്, 1 ഡ്യൂട്ടി ഡോക്ടർ, 10 വോളണ്ടിയർ സ്റ്റാഫുകളും ഉണ്ട് ഞങ്ങൾക്ക്. പിന്നെ 4 JHമാരുമുണ്ട്. സെന്ററിൽ വരുന്ന വാഹനത്തിൽ ഇരുന്നു തന്നെ കോവിഡ് വാക്സിൻ എടുത്ത് നിരീക്ഷണ ശേഷം മടങ്ങാം. ഓണക്കാലത്ത് പരമാവധി ആൾക്കാർക്ക് വാക്സിനേഷൻ നൽകുക എന്ന ലക്ഷ്യത്തിലാണ് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഡ്രൈവ് ത്രൂ വാക്സിനേഷൻ ആരംഭിച്ചത്. ന്യൂസ് 18 തിരുവനന്തപുരം. ഇനിയൊരു ഇടവേള. വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകത്തിന് ഇന്ന് ഒരാണ്ട്. കഴിഞ്ഞ തിരുവോണത്തലേന്നാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരായിരുന്ന മുഹമ്മദ് ഹക്കിനെയും മിഥിലാജിനെയും വെട്ടിക്കൊലപ്പെടുത്തിയത്. കൊലപാതക കേസിന്റെ വിചാരണ നടപടികൾ പുരോഗമിക്കുകയാണ്. 2 കുടുംബങ്ങൾ തീരാ ദുഃഖത്തിൽ. കഴിഞ്ഞ തിരുവോണപ്പുലരിയിൽ ഞെട്ടിപ്പിക്കുന്ന ഇരട്ട കൊലപാതക വാർത്ത കേട്ടാണ് കേരളം ഉണർന്നത്. വെഞ്ഞാറമൂട്ടിലെ തേമ്പാമൂട്ടിൽ 2 യുവാക്കളെ ആക്രമിച്ച സംഘം വെട്ടിക്കൊലപ്പെടുത്തി. കൊലപാതകങ്ങളുടെയും കൊല്ലപ്പെട്ടവരുടെ രാഷ്ട്രീയ ബന്ധങ്ങളെക്കുറിച്ചും ഏറെ ചർച്ചകൾ നടന്നു. ആരോപണ പ്രത്യാരോപണങ്ങളും പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളുടെ പേരുപോലും പ്രതിസ്ഥാനത്ത് പറഞ്ഞുകേട്ടു. രാഷ്ട്രീയ ആരോപണങ്ങളുടെ ശരിതെറ്റുകൾക്കപ്പുറം അനാഥമായത് 2 കുടുംബങ്ങളായിരുന്നു. പറക്കമുറ്റാത്ത കുരുന്നുകളായിരുന്നു. ഹക്ക് കൊല്ലപ്പെടുമ്പോൾ ഭാര്യ 4 മാസം ഗർഭിണി. മൂത്ത മകൾ ഐറയ്ക്ക് 1 വയസ്സ്. മീൻ വാങ്ങാൻ പോയ വാപ്പയെ കാത്തിരിക്കുകയാണ് ഐറ ഇപ്പോഴും. കൂട്ടിന് 8 മാസം പ്രായമുള്ള ഹഫീസും. ഹക്കിന്റെ മോളെന്ന് പറയാം. ആര് ചോദിച്ചാൽ ആദ്യം പറയുന്ന ഹക്കിന്റെ മോളെന്നാ പറയുന്നത്. ഓ ഇല്ല 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 അക്കവിടെ പോയി മിമ്മി വാങ്ങിക്കാൻ പോയാ. മിഥിലാജിന്റെ കുടുംബത്തിന്റെ കാര്യവും വ്യത്യസ്തമല്ല. ഭാര്യയും 2 കുട്ടികളും സഹോദരനും മാതാപിതാക്കളും തീരാ ദുഃഖത്തിലാണ്. വർഷമായെങ്കിലും അവൻ്റെ ഓർമ്മകളിൽ തന്നെയാണ്. മക്കള് അന്വേഷിക്കും. പിന്നെ മറക്കാൻ പറ്റില്ലല്ലോ. വർഷമല്ല, ഇനി എത്ര വർഷം, കോടി വർഷം കഴിഞ്ഞാലും മറക്കാൻ പറ്റില്ല. ഒരിക്കലും ആ ഒരു ദിവസം മറക്കാൻ പറ്റില്ല, അവനെ മറക്കാൻ പറ്റില്ല. ദുരന്ത വാർഷിക തലേന്ന് കുടുംബങ്ങൾക്ക് ആശ്വാസമായി MLA DK മുരളിയും CPM നേതാക്കളും എത്തി. കോൺഗ്രസ് പ്രാദേശിക നേതാക്കളും പ്രവർത്തകരുമായിരുന്നു കേസിലെ പ്രധാന പ്രതികൾ. ന്യൂസ് 18 തിരുവനന്തപുരം. ഓണനാളുകളുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഗാനവുമായി നടി പൗളി വത്സനും കുടുംബവും. ഭർത്താവ് വത്സന്റെ വരികൾക്ക് മകൻ ആദർശാണ് ഈണം നൽകിയിരിക്കുന്നത്. ഗാനം ആലപിച്ചിരിക്കുന്നത് ആദർശാണ്. മാനം വളർത്തുന്ന ചിങ്ങക്കുരുവിക്ക് മാരിവിൽ മാലയും കൊണ്ടുവാ, കാക്കപ്പൂ തുമ്പപ്പൂ കാവടിപ്പൂ നുള്ളിപ്പൊന്നോണപ്പൂക്കളം പൂകിവ. മാനം വളർത്തുന്ന ചിങ്ങക്കുരുവിക്ക് മാരിവിൽ മാലയും കൊണ്ടുവാ. പൗളിക്കിത് ഓണപ്പാട്ടിന്റെ വരികൾ മാത്രമല്ല, അപ്രതീക്ഷിത വിയോഗത്തിനു മുന്നേ ഭർത്താവ് കുറിച്ചിട്ട് പോയ കവിതയാണ്. അതുകൊണ്ടാണ് മകൻ പാടുമ്പോൾ എല്ലാം മറന്ന് പൗളി അതിൽ ലയിച്ചിരിക്കുന്നതും ഇടയ്ക്ക് കണ്ണുകൾ അറിയാതെ നിറയുന്നതും. കഴിഞ്ഞ ഓണക്കാലത്ത് റിലീസാവേണ്ടിയിരുന്ന ഗാനം കോവിഡ് പ്രതിസന്ധി കാരണം മാറ്റിവെക്കുകയായിരുന്നു. ഇക്കുറി ഓണത്തിന് റിലീസ് ചെയ്യാനിരിക്കെ പൗളിയുടെ ഭർത്താവും നാടക കലാകാരനുമായ വത്സൻ കോവിഡ് ബാധിച്ച് മരിച്ചു. നാടകത്തിനും പാട്ട് എഴുതി കൊടുക്കും, നാടകം എഴുതും, നാടകം സംവിധാനം ചെയ്യും, അഭിനയിക്കും, ഒക്കെ ഉണ്ട്. പക്ഷെ പ്രൊഫഷനിലേക്ക് ഇറങ്ങിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവധിക്ക് നാട്ടിലെത്തി ഓണം ആഘോഷിച്ചു പോകുന്ന പ്രവാസിയുടെ കഥയാണ് ഗാനത്തിലൂടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പൊന്നിഴപ്പട്ടുടുത്ത് തങ്കത്തളയുമിട്ട് നെല്ലോല പക്ഷിക്ക് നല്ലോണപ്പാട്ടിന്റെ ചിങ്ങപ്പുലരിക്കേകാൻ. പ്രശസ്ത സംഗീതജ്ഞനായ ജെറി അമൽദേവാണ് പശ്ചാത്തല സംഗീതം നിർവഹിച്ചിട്ടുള്ളത്. ഒരുപാട് പാട്ടുകൾ എഴുതുന്ന ഒരാളാണ് പണ്ട് തൊട്ടേ. എൻ്റെ ഒരു ഞാൻ കുട്ടിക്കാലം തൊട്ട് ഇങ്ങനെ ഫ്രണ്ട്സിനൊക്കെ പാട്ട് എഴുതി കൊടുക്കും, അങ്ങനെ ചെയ്യണതാണ്. സംഗീതാൽബം എന്നതിനപ്പുറം
കുടുംബത്തിന്റെ കലാപരമായ അഭിരുചികളുടെ സാധ്യതകൾ തന്നെയാണ് പരീക്ഷിച്ചത്. സ്വന്തം യൂട്യൂബ് ചാനലിൽ പൗളി ഗാനം റിലീസ് ചെയ്തു. വെമ്പനാട്ടുകായലിനോളത്തിൽ താളത്തിനീരടി കേൾക്കണുണ്ടേ, പാടയോരം ചെറുമുക്കിടങ്ങള് പാടണ പല്ലവി കേൾക്കണുണ്ടേ. ന്യൂസ് 18 കൊച്ചി. കൊച്ചി ബിനാലെ ഫൗണ്ടേഷന്റെ ഭാഗമായുള്ള ആലപ്പുഴയിലെ പ്രദർശനം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ലോകമേ തറവാട് എന്ന് പേരിട്ടിരിക്കുന്ന പ്രദർശനത്തിൽ 20 രാജ്യങ്ങളിൽ നിന്നുള്ള മലയാളി കലാകാരന്മാരുടെ സൃഷ്ടികളാണ് പ്രദർശിപ്പിക്കുന്നത്. കോവിഡ് പ്രതിസന്ധി മൂലം പ്രദർശനം നിർത്തിവച്ചിരുന്നുവെങ്കിലും ടൂറിസം രംഗം സജീവമാക്കുന്നതിന്റെ ഭാഗമായി വീണ്ടും തുറന്നു നൽകുകയായിരുന്നു. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യത്തിൽ പങ്കാളിയാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. മോർണിംഗ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.